എന്താണ് ഇവിടെ ഉണ്ടായിരുന്നോ? എന്താണ് ഇന്ന് വ്ളോഗൊന്നും ചെയ്യാൻ പോകണില്ലേ? മഴയല്ലേ ബ്രോ? മഴയോ? ഈ മരുഭൂമിയിലോ? അത് UAE-ൽ? ഞാൻ അറിഞ്ഞില്ലല്ലോ. കഴിഞ്ഞ ദിവസം കുറ്റിയറയിൽ പോയി വന്നപ്പോൾ പേരും മഴയല്ലേ, അതുകൊണ്ട് വ്ളോഗൊന്നും ചെയ്തില്ല. കഴിഞ്ഞ വ്ളോഗിന് ഒരു 10 വ്യൂവേഴ്സ് ഉണ്ടായിരുന്നല്ലോ. ഭാഗ്യവാനേ, വീഡിയോക്ക് 10 വ്യൂവേഴ്സൊക്കെ കിട്ടാൻ തുടങ്ങിയില്ലേ? അപ്പോൾ നിങ്ങൾ മഴേൻ്റെ വീഡിയോ ഉണ്ടല്ലേ? നല്ല ഗംഭീര മഴ UAE-ൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മളൊന്ന് കാണിക്കുക. വെൽക്കം ടു NMC Viewfinder. This is yathra. അങ്ങനെ നമ്മൾ ഷാർജയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. കുറേ ദൂരം ഇത് തന്നെയായിരുന്നു കാലാവസ്ഥ. ഒരു മൂടിക്കെട്ടിയ ഒരു കാലാവസ്ഥ, വെയിലൊന്നുമില്ല. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. കണ്ടില്ലേ, നമ്മുടെ നാട്ടിൽ ജൂൺ മാസങ്ങളിൽ ഉണ്ടാകുന്ന പോലുള്ള നല്ല കനത്ത മഴ. സാധാരണ UAE-ൽ ഇതുപോലെ മഴ വന്നാലും പെട്ടെന്ന് തന്നെ മഴ കുറയാറുണ്ട്, തിരിച്ചു പോകാൻ. നമ്മൾ യാത്ര തുടങ്ങിയപ്പോഴും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. UAE-ലെ മഴയല്ലേ, അല്ലെങ്കിൽ മരുഭൂമിയിലെ മഴയല്ലേ, പെട്ടെന്ന് ഇത് അവസാനിക്കുന്നതാണ് വിചാരിച്ചത്. പക്ഷേ സമയം കഴിയുന്നോറും ഈ മഴേൻ്റെ ശക്തി കൂടി വരികയാണ്. നമ്മൾ യാത്ര ഒരു നിമിഷം തിരിച്ചു പോയാലോ എന്ന് വരെ ആലോചിച്ചു. എന്നിരുന്നാലും യാത്ര സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഈ യാത്ര പൂർത്തീകരിച്ചിട്ട് തിരിച്ചു മടങ്ങാമെന്ന് തന്നെ വിചാരിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. മുന്നോട്ട് നീങ്ങുന്ന സമയത്തൊക്കെ മഴയുടെ ശക്തി കൂടി വരുന്നുണ്ട്. ചില സമയത്ത് വിസിബിലിറ്റി ഒരു പ്രശ്നമായി മാറുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയം നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യാതെ പാർക്കിങ്ങിലേക്ക്, സുരക്ഷിതമായിട്ട് പാർക്കിങ്ങിലേക്ക് മാറ്റിയിട്ട് ഹസാർഡ് ലൈറ്റൊക്കെ ഇട്ട് കുറച്ച് വിസിബിലിറ്റി കിട്ടുന്ന സമയത്താണ് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങിയത്. അപ്പോൾ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, നല്ല സ്പീഡിലാണ് വണ്ടികൾ ട്രാക്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. 100-110 സ്പീഡിൽ ആണ് വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മഴ പെയ്തിട്ടും സ്പീഡിന് ഒരു കുറവുമില്ലാതെയാണ് ആൾക്കാർ പോകുന്നത്. നമ്മൾ വളരെ പതുക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. കാരണം നമുക്ക് ഓൾറെഡി നാട്ടിലെ മഴയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. പക്ഷെ ഇവിടുത്തെ ആൾക്കാർക്ക് മഴ എന്ന് പറയുന്നത് പുതുമയുള്ള കാര്യമായതുകൊണ്ട് തന്നെ അവർ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. ചില ആൾക്കാർ ഭയങ്കര സ്പീഡിൽ തന്നെ ഈ മഴവെള്ളത്തിൽ അവർ ഡ്രൈവ് ചെയ്ത് പോകുന്നുണ്ട്. ശരിക്കും അത് കുറച്ച് ഡേഞ്ചറാണ്. നമ്മൾ എപ്പോഴും കാലാവസ്ഥയ്ക്കനുസരിച്ച് ഡ്രൈവ് ചെയ്യണം. ഇങ്ങനെയുള്ള സമയങ്ങളിൽ വേഗത കുറച്ചും അങ്ങനെ നമ്മുടെ ക്ലൈമറ്റ് എന്താണോ അതിനനുസരിച്ച് നമ്മുടെ ഡ്രൈവിംഗ് സ്കില്ലും ഇതൊക്കെ ചേഞ്ച് ചെയ്യണം. ഇത് കണ്ടില്ലേ, ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ നാടായിട്ട് ഫീൽ ചെയ്യും. വെള്ളം നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന റോഡുകൾ. ശരിക്കും ഇത് ഫുജൈറയിലാണ്, UAE-ൽ. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ? ശരിക്കും ഇവിടെയൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ കവിഞ്ഞൊഴുകുന്നത് ഒരു സാധാരണ കാഴ്ചയാണ്. പക്ഷേ ഇത് ഇവിടെ ഇപ്പോൾ ഈ മഴ നിൽക്കാത്തത് കൊണ്ട് വെള്ളം ഇങ്ങനെ കൂടി വരികയാണ്. അപ്പം എന്നും വരണ്ട് കിടക്കുന്ന അല്ലെങ്കിൽ നല്ല കഠിനമായിട്ടുള്ള ചൂട് അനുഭവപ്പെടുന്ന ഒരു പ്രദേശത്ത് പെട്ടെന്നൊരു മഴ വന്നിട്ട് ഫുള്ള് വെള്ളം മൂടിക്കിടക്കുന്നത് കാണുമ്പോൾ അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസാണ്. പക്ഷേ ഈ കാരണങ്ങൾ കൊണ്ട് ചില കടകളിലൊക്കെ പ്രോബ്ലം ഉണ്ടായി. അവിടെ ഈ മഴവെള്ളം ചോർന്നടിച്ച് ഷോർട്ട് സർക്യൂട്ട്സൊക്കെ ഉണ്ടായിട്ട് അവരെ ബിസിനസ് അന്ന് നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ കൂടുതൽ ആൾക്കാരും ഈ മഴയെ ആസ്വദിക്കുന്നുണ്ട്, ഈ കാലാവസ്ഥ ആസ്വദിക്കുന്നുണ്ട്. ശരിക്കും നമുക്ക് ഫീൽ ചെയ്തത് നാട്ടിലെത്തിയതുപോലെയാണ്, നാട്ടിലെ ക്ലൈമറ്റാണ് നമുക്ക് ഫീൽ ചെയ്തത്.
ഇങ്ങനെ നിൽക്കാത്ത മഴയാണെങ്കിൽ പുറത്തിറങ്ങാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം നമ്മളിത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത്ര മഴയില്ലായിരുന്നു, ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥ മാത്രമായിരുന്നു സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോയി കുറച്ചധികം യാത്ര ചെയ്തതിന് ശേഷമാണ് ചെറിയ ചാറ്റൽ മഴ ഇങ്ങനെ വന്നു തുടങ്ങിയത്. പിന്നെ നമ്മൾ പോകുന്നതിനനുസരിച്ചിട്ടാണ് ഈ മഴ കൂടി വന്നത്. അപ്പം അതുകൊണ്ട് ഇനി തിരിച്ചു പോകാൻ അത്രയും ദൂരം ഇതേ റോഡും ഇതേ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ തിരിച്ചും പോകേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ യാത്ര തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കിത് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ റോഡിൽ പെട്ടിട്ടുള്ളത്. സോ ഇങ്ങനെ നല്ല മഴയുള്ള അല്ലെങ്കിൽ വെള്ളം കയറുന്ന സമയത്ത് സേഫായിട്ട് നമ്മൾ വീട്ടിലിരിക്കുക തന്നെ ചെയ്യണം. കാരണം ഒരിക്കലും ഡ്രൈവ് ചെയ്യാതിരിക്കുന്നതാണ് നമുക്ക് സേഫ്. പിന്നെ ഈ സമയത്ത് ഒരുപാട് നല്ല വിഷ്വൽസ് ഉണ്ടായിരുന്നു. കാരണം മലകൾക്കിടയിലൂടെ നല്ല ശക്തിയായിട്ട് വെള്ളം താഴോട്ട് ഒഴുകുന്നതും, പിന്നെ ഇവിടുത്തെ ലോക്കൽസ് അറബ് വംശജർ കുടയൊന്നും ഇല്ലാതെ വണ്ടികൾ നിർത്തിയിട്ട് ഈ വെള്ളത്തിൽ പോയി അവിടുന്ന് സെൽഫി എടുക്കുന്നതും വീഡിയോസ് എടുക്കുന്നതും അവർ എൻജോയ് ചെയ്യുന്നതും, ഒരാൾ പോലും കുടയൊന്നും ചൂടാതെയാണ് ഡയറക്റ്റ് മഴയിലിറങ്ങിയിട്ട് ആ മഴ ആസ്വദിക്കുന്ന കുറേ കാഴ്ചകളുണ്ടായിരുന്നു. പക്ഷേ പ്രൈവസി ഇഷ്യൂ കാരണം നമ്മളതൊന്നും ഷൂട്ട് ചെയ്തില്ല. കാരണം മറ്റുള്ളവരുടെ വീഡിയോ എടുക്കുന്നത് ഇവിടെ ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റിയാണ്. പുതിയ IT നിയമങ്ങളൊക്കെ ഇവിടെ മാറി വന്നു കഴിഞ്ഞു. അതുകൊണ്ട് അങ്ങനെയുള്ള വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ കോമൺ ആയിട്ടുള്ള നാച്ചുറൽ വീഡിയോസും മാത്രമേ എടുത്തിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് കാണാം വഴിയടിക്കിൽ കുറേ വണ്ടികൾ നിർത്തിയിട്ട് ആൾക്കാർ ഇറങ്ങിയിട്ടുള്ളത്. അത് ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഷാർജയിലേക്കുള്ള പുതിയൊരു ടണൽ വന്നിട്ടുണ്ട്, പിന്നെ ഫുജൈറയാണ്. ആ ടണലിൻ്റെ എൻട്രൻസിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് വെള്ളം കുത്തി ഒഴുകുന്ന ഒരു ഇത് നിങ്ങൾക്ക് കാണാം. കണ്ടില്ലേ, ആൾക്കാർ മഴയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യുന്നു. കുറേ ആൾക്കാർ വണ്ടി നിർത്തിയിട്ട് പുറത്തിറങ്ങിയിട്ട് മഴ കൊണ്ട് ആസ്വദിക്കുന്നു. നമ്മളെ മലയാളികൾക്ക് ഇത് നാട്ടിൽ ഒരുപാട് മഴ കൊണ്ടും പിന്നെ പ്രളയം വന്നിട്ടൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമുക്കിത് പുതുമയുള്ള കാഴ്ചയല്ല. പക്ഷേ ഒരുപാട് കാലം മരുഭൂമിയിൽ നിൽക്കുമ്പോൾ പെട്ടെന്നൊരു മഴ വരുമ്പോൾ ഏതൊരു മനുഷ്യരും ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു മഴയത്ത് ഇറങ്ങാനുള്ളൊരു കൊതിയൊക്കെ ഉണ്ടാവും, സ്വാഭാവികം. അപ്പോൾ ഇതാണ് മരുഭൂമിയിലെ പെരുമഴക്കാലം. അങ്ങനെ കൂടുതൽ സമയം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയമില്ല, പോയിട്ട് അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടണൽ വഴി നമ്മൾ നേരെ ഷാർജയിലേക്ക് പോവുകയാണ്. ഇതാണ് ടണലിൻ്റെ ഉൾവശം കേട്ടോ. കുറച്ച് മുമ്പേ വരെ മെയിൻ്റനൻസ് വർക്കുകളും കുറച്ച് വർക്കുകളൊക്കെ ഇവിടെ നടന്നിരുന്നു. ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് ഓപ്പണായി. ഇപ്പോൾ കൂടുതൽ ആൾക്കാരും ഈ റോഡ് തന്നെയാണ് ഫുജൈറയിലേക്ക് ഷാർജയിൽ നിന്നും വരാൻ വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യുന്നത്. നല്ല റോഡാണ്, അടിപൊളിയാണ്. നിങ്ങൾ ഇതുവഴി വന്നിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഇതിലേ കൂടി വരുന്ന കാഴ്ചകളും ഒക്കെ നല്ല ഭംഗിയുള്ളതാണ്. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ നിങ്ങളും ഈ മഴയൊക്കെ നന്നായിട്ട് ആസ്വദിച്ചു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരുപാട് പുതിയ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ കാണാം. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാ പേജും സെയിം പേരിൽ തന്നെ NMC Viewfinder എന്നുള്ള പേജിൽ തന്നെ ഉണ്ട്. ഇതിൽ നമ്മൾ യൂട്യൂബിൽ ഇടാത്ത കുറേ കാര്യങ്ങൾ നമ്മളതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സോ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാ ഫേസ്ബുക്ക് പേജുകൾ ലൈക്ക് ചെയ്യുക, പിന്നെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ തിരിച്ച് കൂടുതൽ സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു.
സോ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത് തന്നെ കാണാം. ബൈ ഫ്രം NMC Viewfinder. ദിസ് ഈസ് നൗഫൽ. അപ്പോൾ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത് തന്നെ കാണാം. ബൈ ഫ്രം NMC Viewfinder. ഇദ്ദേഹത്തിനൊപ്പം ദിസ് ഈസ് നൗഫൽ. ഒന്ന് സൈനിങ് ഓഫ് പറഞ്ഞേക്ക്. ബൈ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇത് കൊള്ളാലോ, ഇതാണ് കേട്ടോ. ബൈ.